രാസലഹരി ഉപയോഗിച്ച് കറങ്ങുന്നവർ ജാഗ്രത. ഇനി പിടിവീടും 8ന്റെ പണി കിട്ടുകയും ചെയ്യും. പ്രവാസി വ്യവസായിയുടെ കൊലപാതകത്തിൽ ജിന്നുമ്മയുടെയും കൂട്ടുപ്രതികളുടെയും സാമ്പത്തിക ഇടപാടുകൾ തേടി അന്വേഷണ സംഘം. കുറ്റകൃത്യങ്ങളുടെ ഉള്ളറകളിലേക്ക് കാക്കി. രാസലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താനായി ദ്രുത പരിശോധനയുമായി തിരുവനന്തപുരം സിറ്റി പോലീസ്. 5 തരം രാസലഹരി സാന്നിധ്യമാണ് ഈ പരിശോധനയിലൂടെ കണ്ടെത്തുന്നത്. സ്പോട്ടിൽ പരിശോധന നടത്തി 5 മിനിറ്റിനുള്ളിൽ കൃത്യതയോടുകൂടി ഫലമറിയാം എന്നതാണ് ഇതിൻ്റെ സവിശേഷത. കഴിഞ്ഞ 12 ദിവസത്തിനുള്ളിൽ 16 പേരെയാണ് ഇത്തരത്തിൽ പരിശോധനയിലൂടെ പിടികൂടിയത്. രാസലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ കണ്ടെത്താനായി തിരുവനന്തപുരം സിറ്റി പോലീസ് ഒരു പുതിയ പരിശോധന രീതി ആരംഭിച്ചിട്ടുണ്ട്. ഓറൽ ഫ്ലൂയിഡ് ടെസ്റ്റ്. ഇതൊരു ദ്രുത പരിശോധനാ രീതിയാണ്. പരിശോധിച്ച് 5 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഏത് രാസലഹരിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കും. ഡ്രഗ് ഡിറ്റക്ഷൻ അനലൈസർ എന്നാണ് നമ്മൾ ഈ സ്വാബ് എടുത്തിട്ട് വെച്ച് നമ്മൾ ഡ്രഗ് അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഡ്രഗ് ഡിറ്റക്ഷൻ അനലൈസർ എന്നാണ് പറയുന്നത്. നമ്മൾ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റാണ്. ആ കിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഓരോരുത്തരുടെയും സ്വാബ് എടുത്ത് പരിശോധിക്കുന്നത്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓറൽ ഫ്ലൂയിഡ് ടെസ്റ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. രാസലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ വിദേശ രാജ്യങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഓറൽ ഫ്ലൂയിഡ് ടെസ്റ്റ് സിസ്റ്റമാണ് പരിശോധനയ്ക്ക് വേണ്ടി ഇവിടെയും ഉപയോഗിക്കുന്നത്. പരിശോധനയിലൂടെ 5 മിനിറ്റിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസലഹരി എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കും. ഒരാളുടെ ഉമിനീരെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സമയമാണ് നമുക്ക് എടുക്കുന്നത്. ആ ഉമിനീരെടുത്തതിന് ശേഷം 5 minutes 4 seconds കൊണ്ട് നമുക്ക് അതിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മൾ ഈ കാറ്ററിജ് യൂസ് ചെയ്തിട്ട് ഈ അനലൈസറിനകത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ റിസൾട്ട് അപ്പോൾ തന്നെ ഒരു 5 minutes 4 seconds കൊണ്ട് അതിൻ്റെ റിസൾട്ട് അപ്പോൾ തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ. കൊക്കൈൻ, ഒപ്പോയിഡ്സ്, മെത്താഫെറ്റമൈൻ, ടെട്രാഹൈഡ്ര കന്നാബിനോൾ, ബെൻസോഡയാസിപ്പിൻസ്, അഫറ്റാമൈൻ തുടങ്ങിയ 6 രാസലഹരി പദാർത്ഥങ്ങൾ ഡ്രഗ് ഡിറ്റക്ഷൻ ടെസ്റ്റിലൂടെ അതിവേഗം കണ്ടെത്താൻ സാധിക്കുന്നു. ഇതൊരു സ്വാം ടെസ്റ്റാണ്. കൊക്കൈൻ, ഒപ്പോയിഡ് പോലുള്ള മാരക രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ ഈ ടെസ്റ്റിലൂടെ കണ്ടെത്താനായി സാധിക്കും. വായ്ക്കുള്ളിൽ നിന്നും സ്രവം കളക്ട് ചെയ്തുകൊണ്ടാണ് ടെസ്റ്റ് നടത്തുന്നത്. ഈ കളക്ട് ചെയ്യുന്ന സ്രവം ഒരു കാട്രിഡ്ജ് വഴി ടെസ്റ്റിംഗ് ഡിവൈസിനകത്തേക്ക് വെക്കും. 5 മിനിറ്റിനുള്ളിൽ ഏത് രാസലഹരി വസ്തുവാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കും. നിലവിൽ തിരുവനന്തപുരം നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് സിറ്റി പോലീസ് നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തുന്നത്. കഴിഞ്ഞ 12 ദിവസത്തിനുള്ളിൽ 16 പേരെയാണ് ഈ ടെസ്റ്റിലൂടെ കണ്ടെത്താനും പിടികൂടാനും കഴിഞ്ഞത്. ഇനി കഞ്ചാവ് ഉപയോഗിച്ചവർ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഇവരെയും ദ്രുത പരിശോധനയ്ക്കിടയിൽ കണ്ടെത്താൻ സാധിക്കും. ഇനി എല്ലാവർക്കും ഒരേ കിറ്റാണോ ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. പക്ഷേ അല്ല. ഓരോ ആളുകളുടെ പരിശോധനയ്ക്കും ഓരോ കിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 12 ദിവസം നടത്തിയ പരിശോധനയിൽ 16 പേരാണ് രാസലഹരി ഉപയോഗിക്കുന്നതായിട്ട് റാപ്പിഡ് ടെസ്റ്റിലൂടെ തെളിഞ്ഞിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിലും തലസ്ഥാനത്ത് സമാനമായ രീതിയിൽ പരിശോധനകൾ നടത്തും. ക്യാമറമാൻ നിതിൻ എവിക്കൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിന്റെ കൊലപാതക കേസിൽ അറസ്റ്റിലായ ജിന്നുമ്മ അടക്കമുള്ള പ്രതികളുടെ സാമ്പത്തിക ഇടപാട് കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. കാസർഗോഡ് മുസ്ലിം ദുർമന്ത്രവാദ സംഘം പ്രവർത്തിച്ചത് സമൂഹത്തിലെ ഉന്നതരെ കേന്ദ്രീകരിച്ചാണ്. ദുർമന്ത്രവാദ സംഘത്തിന്റെ തട്ടിപ്പിനിരയായ നിരവധി പേർ ജില്ലയിലുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ഷമീന വളരെ വേഗമാണ് സമ്പന്നയായത്.
കോടികളുടെ വീടും കാറും തുടങ്ങി ആഡംബര ജീവിതമാണ് നയിച്ചത്. ഷമീമ പണം സമ്പാദിച്ചത് മന്ത്രവാദത്തിലൂടെയും സ്വർണ്ണമിരട്ടിപ്പ് തട്ടിപ്പിലൂടെയുമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഷമീമ വീട്ടിൽ വെച്ച് ദുർമന്ത്രവാദം നടത്താറുണ്ട് എന്നാണ് പ്രദേശവാസികളിൽ ചിലർ പറഞ്ഞത്. എന്നാൽ ആളുകൾ വരുന്നതും പോകുന്നതുമൊക്കെ അതീവ രഹസ്യമായിട്ടായിരുന്നു. അബ്ദുൽ ഗഫൂറിനെ പോലെ മറ്റാരൊക്കെ ഷമീമയുടെ ദുർമന്ത്രവാദത്തിന് ഇരയായിട്ടുണ്ട് എന്നുകൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പണം നഷ്ടപ്പെട്ട പലരും അഭിമാനം ഭയന്ന് പുറത്തു പറയാതിരിക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. ഇന്നലെ റിമാൻഡിലായ 4 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഹോസ്ദുർ കോടതിയിൽ അപേക്ഷ നൽകി. മുസ്ലിം ദുർമന്ത്രവാദ കൊലയാളി സംഘത്തിലെ പ്രധാനി ഷമീമയുടെ ഭർത്താവ് ഉബൈസ്, ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ജനം, കോഴിക്കോട്. കൊല്ലം കൊട്ടാരക്കര സബ് ജയിലിൽ തടവുകാരന്റെ ആക്രമണം. സഹതടവുകാരെയും ജയിൽ ഉദ്യോഗസ്ഥരെയും മർദ്ദിച്ചു. പന്മന സ്വദേശി ചില്ല് ശ്രീകുമാർ എന്ന ശ്രീകുമാറാണ് ആക്രമണം നടത്തിയത്. പരിക്കേറ്റ 5 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ടാണ് ശ്രീകുമാർ ജയിലിനുള്ളിൽ ആക്രമണം നടത്തിയത്. സഹതടവുകാരനായ രാജീവിനെ ഇയാൾ 2 ദിവസം മുൻപ് മർദ്ദിച്ചു. പരാതിയെ തുടർന്ന് മറ്റൊരു സെല്ലിലേക്ക് മാറ്റിയപ്പോൾ അവിടെയും ആക്രമണം തുടർന്നു. മനു, ജെയിൻസാം എന്നീ സഹതടവുകാർക്ക് മർദ്ദനമേറ്റു. നിലവിളി കേട്ട് ജയിൽ ഉദ്യോഗസ്ഥർ എത്തി പ്രതിയെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കവേ അവരെയും മർദ്ദിച്ചു. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരായ ധനേഷ് കുമാർ, രാമചന്ദ്രൻ എന്നിവർ പരിക്കുകളോടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് ശ്രീകുമാർ ശരീരത്തിൽ സ്വയം കുപ്പിച്ചില്ലുകൊണ്ട് മുറിവേൽപ്പിച്ചതായും ജയിൽ അധികൃതർ വ്യക്തമാക്കി. 20ഓളം കേസിലെ പ്രതിയാണ് ശ്രീകുമാർ. കൊലപാതക കേസിലെ ശിക്ഷ കഴിഞ്ഞിറങ്ങിയതിനു പിന്നാലെ മോഷണ കേസിലാണ് വീണ്ടും റിമാൻഡിലായത്. ഹരിപ്പാട് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയ സമയത്തും പ്രതി അക്രമാസക്തനായതായി പരാതിയുണ്ട്. ജയിലിലെ ആക്രമണം സംബന്ധിച്ച് DGPക്കും കോടതിയിലും ജയിലധികൃതർ റിപ്പോർട്ട് നൽകി. ജയിലിനുള്ളിൽ ആക്രമണം നടത്തിയതിനും ജീവനക്കാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും പ്രതിക്കെതിരെ പോലീസിൽ പരാതി നൽകിയതായും അധികൃതർ അറിയിച്ചു. ജനം, കൊല്ലം. കണ്ണൂർ കൂട്ടുപുടിയിൽ കാറിൽ കടത്താൻ ശ്രമിച്ച കുഴൽപ്പണം പിടികൂടി. 40 ലക്ഷം രൂപയുമായി കർണാടക സ്വദേശി BS രാമചന്ദ്രയാണ് പിടിയിലായത്. കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനയ്ക്കിടയിലാണ് പണം കണ്ടെത്തിയത്. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് കോമത്തും സംഘവും പരിശോധന നടത്തവെയാണ് കുഴൽപ്പണം പിടികൂടിയത്. കർണാടക ഭാഗത്തു നിന്ന് വന്ന ഫോർച്യൂൺ കാറിൽ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന 40 ലക്ഷം രൂപയാണ് പിടികൂടിയത്. തുടർന്ന് എക്സൈസ് സംഘം ആദായ നികുതി വകുപ്പിനെ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് കണ്ണൂരിൽ നിന്നെത്തിയ ഇൻകം ടാക്സ് അധികാരികൾ പണം എണ്ണി തിട്ടപ്പെടുത്തി. പണം കടത്തിയ കർണാടക പെരിയ പട്ടണ സ്വദേശി BS രാമചന്ദ്രയെയും വാഹനത്തിന്റെ ഡ്രൈവറെയും പണം കടത്താൻ ഉപയോഗിച്ച വാഹനവും സഹിതം തുടർ നടപടികൾക്കായി കോഴിക്കോട് ഇൻകം ടാക്സ് അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. കള്ളപ്പണം പിടികൂടിയ സംഘത്തിൽ EI ആൻഡ് IB എക്സൈസ് ഇൻസ്പെക്ടർ K ഷാജി, ഉദ്യോഗസ്ഥന്മാരായ അബ്ദുൾ നിസാർ, ഷാജി, സുജിത്, ശ്രീകുമാർ VP എന്നിവരും കോഴിക്കോട്, കണ്ണൂർ ഓഫീസുകളിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ജനം, കണ്ണൂർ. ആലപ്പുഴയിലെ പ്രമാദമായ മാന്നാർ ജയന്തി വധക്കേസിൽ പ്രതിക്ക് വധശിക്ഷ. പ്രതിയും ജയന്തിയുടെ ഭർത്താവുമായ കുട്ടിക്കൃഷ്ണനാണ് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി വിജി ശ്രീദേവി വധശിക്ഷ വിധിച്ചത്. സംഭവം നടന്ന് 2 പതിറ്റാണ്ടിന് ശേഷമാണ് കേസിലെ വിധി. കേരളത്തെ ഞെട്ടിച്ച മാന്നാർ ജയന്തി കൊലപാതക കേസിൽ 2 പതിറ്റാണ്ടിന് ശേഷമാണ് പ്രതിയും ജയന്തിയുടെ ഭർത്താവുമായ കുട്ടിക്കൃഷ്ണന് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. 2004 ഏപ്രിൽ 2-നായിരുന്നു കേസിനാസ്പദമായ സംഭവം.
ഭാര്യ ജയന്തിയെ സംശയത്തിന്റെ പേരിൽ കുട്ടിക്കൃഷ്ണൻ 1.5 വയസ്സുകാരിയായ മകളുടെ മുന്നിൽ വെച്ച് കറിക്കത്തിയും ചുറ്റികയും ഉളിയും ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. തുടർന്ന് ഒരു ദിവസം മുഴുവൻ പിഞ്ചുകുഞ്ഞുമായി പ്രതി മൃതദേഹത്തിന് കാവലിരുന്നു. പിറ്റേ ദിവസം രാവിലെ കുട്ടിക്കൃഷ്ണൻ മകളുമായി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ പ്രതി സ്ഥലവും വീടും വിറ്റ് പണവുമായി മുങ്ങി. ഇതോടെ കേസിന്റെ വിചാരണ വർഷങ്ങൾ നീണ്ടു. സംസ്ഥാനത്തിന് പുറത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ 2 വർഷം മുൻപാണ് പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തത്. 1.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി ഇളവർഹിക്കുന്നില്ലെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. IPC 302 പ്രകാരം വധശിക്ഷയും IPC 297 അതായത് മൃതദേഹത്തിലുള്ള അനാദരവും അത് പ്രകാരം 1 ദിവസം ആണ് തടവുമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 1 ലക്ഷം രൂപ പിഴ കൊടുക്കണമെന്നും അങ്ങനെ കൊടുക്കുന്ന പിഴയിൽ 50,000 രൂപ മകൾക്ക് നൽകണമെന്നും അത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസിൽ കെട്ടിവെച്ചിട്ട് അവിടെ നിന്നും നൽകണമെന്നുമാണ് വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. പ്രതിയിൽ നിന്ന് 1 ലക്ഷം രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട്. ഇതിൽ 50,000 രൂപ മകൾക്ക് നൽകണം. കോടതിയിൽ ഹാജരാക്കിയ ജയന്തിയുടെ സ്വർണ്ണാഭരണങ്ങളും മകൾക്ക് നൽകാൻ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. ജനം, ആലപ്പുഴ. തിരുവനന്തപുരം പാലോട് ആത്മഹത്യ ചെയ്ത നവവധു ഇന്ദുജിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കളും രംഗത്ത്. ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3 മാസം മുൻപാണ് ഇന്ദുജിയുടെയും അഭിജിത്തിൻ്റെയും വിവാഹം നടന്നത്. ഇന്നലെ ഉച്ചയോടെ ഭർത്താവ് അഭിജിത്ത് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് കിടപ്പുമുറിയിൽ ഇന്ദുജയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇന്ദുജയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. കവളിൽ അടിയേറ്റ പാടുണ്ടായിരുന്നതായി ബന്ധുക്കളും പറയുന്നു. ഇന്ദുജ ജോലിക്ക് പോകുന്നതിൽ അഭിജിത്തിന്റെ വീട്ടുകാർക്ക് എതിർപ്പുള്ളതായി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗാർഹിക പീഡനം നടന്നിട്ടുണ്ടോ എന്നതിൽ കൂടുതൽ അന്വേഷണം നടന്നുവരുന്നതായി പോലീസ് അറിയിച്ചു. 2 വർഷമായി പ്രണയത്തിലായിരുന്ന ഇന്ദുജയും അഭിജിത്തും 3 മാസം മുൻപാണ് വിവാഹം കഴിച്ചത്. ഇന്ദുജയുടെ വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചായിരുന്നു വിവാഹം. തിരുവനന്തപുരം വഞ്ചൂരിലെ സ്വകാര്യ ലാബ് ജീവനക്കാരിയായിരുന്നു ഇന്ദുജ. ജനം, തിരുവനന്തപുരം. കൊല്ലം ഒയ്യൂരിൽ അനധികൃത പണപ്പിരിവ് നടത്തിയ 2 പേർ അറസ്റ്റിൽ. പള്ളിക്കൽ സ്വദേശി അല്ലമീൻ, നിലമേൽ സ്വദേശി മൻഷാദ് എന്നിവരാണ് പിടിയിലായത്. ശുചിത്വ മിഷന്റെ ബക്കറ്റ് സ്ഥാപിക്കാനെന്ന പേരിലായിരുന്നു പണപ്പിരിവ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശുചിത്വ മിഷനും ചേർന്ന് വീടുകളിൽ നിന്ന് ജൈവമാലിന്യം ശേഖരിക്കുന്നതിനായി ബോഷോ ബക്കറ്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് പ്രതികൾ തട്ടിപ്പിനായി തിരഞ്ഞെടുത്തത്. ഇതിനായി പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ റെസിപ്റ്റുകളും പ്രിന്റ് ചെയ്തു. പഞ്ചായത്ത് അധികൃതർ പറഞ്ഞയച്ചതാണെന്ന രീതിയിൽ വീടുകളിലും കടകളിലേക്കും എത്തിയായിരുന്നു പണപ്പിരിവ്. റോഡ് വിളയിലെ മാർക്കറ്റിന് സമീപമുള്ള കടകളിലെത്തി വ്യാപാരികളോട് പണം ആവശ്യപ്പെട്ടു. ആദ്യം പൈസ നൽകിയവർ ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിട്ട് ബന്ധപ്പെട്ടു. തുടർന്നാണ് പ്രതികൾ കുടുങ്ങുന്നത്. നാട്ടുകാർ ചേർന്ന് ഇരുവരെയും പൂയപ്പള്ളി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇവരിൽ നിന്നും തട്ടിപ്പിനുപയോഗിച്ച റെസിപ്റ്റുകളും പോലീസ് കണ്ടെത്തി. പൂയപ്പള്ളി സ്റ്റേഷൻ പരിധിയിലുള്ള ഓയൂർ എന്ന സ്ഥലത്ത് ഇന്നലെ വൈകിട്ട് 7:30 റോഡ് വിള മാർക്കറ്റിൽ 2 പേര് മാർക്കറ്റിൽ വന്നിട്ട് ഇവിടെ പഞ്ചായത്തിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള ബിൻ ബോക്സ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് വരികയാണ് 1500 രൂപ ഒരു ബോക്സിനാവും. അപ്പോൾ ഒരു റിഡക്ഷൻ റേറ്റിൽ പഞ്ചായത്തിൽ നിന്ന് 770 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന പേരിൽ 2 പേര് വന്നിട്ട് അവിടെ മത്സ്യക്കച്ചവടത്തിലുണ്ടായിരുന്ന 2 തൊഴിലാളികളിൽ നിന്ന് സ്റ്റാൾ നടത്തിയിരുന്ന 2 തൊഴിലാളികളിൽ നിന്ന് 750 രൂപ വീതം 2 പേരെ നിന്ന് മേടിച്ചു. അപ്പോൾ അവർക്ക് അവിടെയുള്ള കച്ചവടക്കാർക്ക് സംശയം തോന്നിയിട്ട് അവർ പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺടാക്ട് ചെയ്തപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാൽ ഇതിൻ്റെ സംഭവമില്ല, അങ്ങനെയാണ് നമ്മുടെ പോലീസിനെ അറിയിക്കുന്നത്. അപ്പം പോലീസ് സ്ഥലത്ത് ഇവരെ കൊണ്ടുവന്ന് വെരിഫൈ ചെയ്തപ്പോൾ ഇവരെ കയ്യിൽ ദേശീയ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന് പറയുന്ന നോട്ടീസ് ഉണ്ട്. അപ്പോൾ അതിന് നോട്ടീസ് ഉണ്ട്, അതിൻ്റെ റെസിപ്റ്റും ഉണ്ട്. ഈ റെസിപ്റ്റ് ഉപയോഗിച്ചാണ് ഇവരെ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരത്തെ ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ വന്ന് ഈ 2 പേരെ നിന്നാണ് ഇവർ ഈ പൈസ മേടിച്ചത്. അപ്പോൾ ഈ നോട്ടീസ് നമ്മൾ ഇതിനോടൊപ്പം വേറെ നോട്ടീസും ഉണ്ടായിരുന്നു. നോട്ടീസ് നമ്മൾ വെരിഫൈ ചെയ്തപ്പം അതിനകത്ത് അടിച്ചേക്കുന്ന പല അക്ഷരങ്ങളും തെറ്റാണ്. പിന്നെ അതിനകത്തൊരു ഫോൺ നമ്പർ കൊടുത്തേക്കുന്നു. ഈ ദേശീയ സംരക്ഷണ സമിതിയുടെ ആയിട്ട് ഫോൺ നമ്പർ കൊടുത്തേക്കുന്നു. ആ ഫോൺ നമ്പറിൻ്റെ അഡ്രസ്സ് എടുത്തപ്പോൾ
ഈ ഒന്നാം പ്രതി അയലമ്മീൻ്റെ പേരിലുള്ളതെന്ന നമ്പറാണത്. അപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്തപ്പം ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ തിരക്കിയപ്പോഴത്തേക്ക് ഇതിന് നേരത്തെ 3 ക്രിമിനൽ കേസും ഒരു 5 പെറ്റി കേസും ഉള്ളവരാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചീറ്റിങ് നടത്തി അന്വേഷിച്ചതും സ്ഥിരമായിട്ട് ഇങ്ങനെ ചീറ്റിങ് നടത്തി പൈസ കണ്ടെത്തുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഇവൻ്റെ കൂടെ വന്ന സഹായി ഈ അല്ലമീൻ എന്ന് പറയുന്ന പള്ളിക്കുള്ളതാണ് കൂടെ വന്ന ഒരു നിംഷാദ്, അയാൾ കിളിമാനൂർ സ്വദേശിയാണ്. വേറെ 2 പേരെ നമ്മൾ കേസെടുത്ത് ഇപ്പം അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലുണ്ട്. ഇവരെ ഉടനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ്. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ അല്ലമീൻ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ജനം, കൊല്ലം. ഇടുക്കി അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലും മോഷണം തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ആരാധനാലയത്തിലും മോഷണം നടന്നു. മോഷണ പരമ്പര ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ പട്രോളിംഗ് ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. അടിമാലി ടൗണും പരിസര പ്രദേശങ്ങളും ക്യാമറ നിരീക്ഷണത്തിലാണെങ്കിലും മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും തുടർക്കഥയാകുന്ന സാഹചര്യമാണ്. തസ്കരശല്യം വർദ്ധിച്ചതോടെ ജനങ്ങളിൽ ആശങ്കയും വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടന്നിരുന്നു. പിന്നാലെ പരിസരത്തെ ഒരു ആരാധനാലയത്തിലും മോഷണ ശ്രമം നടന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണങ്ങളെ തുടർന്ന് ആളുകളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പോലീസ് പട്രോളിംഗ് ഊർജിതമാക്കണമെന്നതാണ് ആവശ്യം. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് മോഷണം അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്നുണ്ട്. പല മേഖലകളിലും കടകൾ, പല സ്ഥാപനങ്ങളിലൊക്കെ പല ആളുകളിൽ മോഷണ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ ഒരു പട്രോളിംഗ് നടക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് രാത്രി കാലങ്ങളിൽ പട്രോളിംഗ് കുറച്ച് ശക്തമാക്കണമെന്നൊരു അഭിപ്രായം പൊതുജനങ്ങളിൽ ആകെ ഉയർന്നു വരുന്നുണ്ട്. CCTV കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ പോലീസിൻ്റെ പട്രോളിംഗ്, മാനുവൽ പട്രോളിങ്ങിൻ്റെ ഗുണം മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്നില്ല എന്നുകൊണ്ട് നമുക്ക് പുറത്തുള്ള കാര്യത്തിൽ കാര്യക്ഷമമാക്കണം, പെട്രോളിംഗ് ശക്തമാക്കണം. മേഖലയിലെ ഒരു പൊതുവെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കണം പോലീസിലെ കാര്യത്തിൽ നിന്നൊരു നിർദ്ദേശം സമുദ്ര ഭാഗത്തു നിന്നുള്ള. അടിമാലി ടൗണിനോട് അടുത്ത പ്രദേശങ്ങളായ ഇരുമ്പുപാലം, 10 മൈൽ മേഖലകളിലും മാസങ്ങൾക്ക് മുമ്പ് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു. കഴിഞ്ഞ മാസം അടിമാലി ടൗണിൽ മോഷണം നടത്തിയ ഒരാളെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജനം, ഇടുക്കി. കാസർകോട്ടെ കുപ്രസിദ്ധ ബൈക്ക് മോഷ്ടാവ് പിടിയിൽ. മീശ റൌഫ് എന്നറിയപ്പെടുന്ന അബ്ദുൾ റൌഫാണ് പിടിയിലായത്. കാസർഗോഡ്, കുമ്പള, വിദ്യാനഗർ സ്റ്റേഷനുകളിലായി നിരവധി ബൈക്ക് മോഷണ കേസുകളിൽ പ്രതിയാണ് അബ്ദുൾ റൌഫ്. കാസർഗോഡ് മോഗ്രാലിലെ ക്വാർട്ടേഴ്സിൽ രഹസ്യമായി താമസിച്ചിരുന്ന പ്രതിയെ ക്വാർട്ടേഴ്സ് വളഞ്ഞാണ് പോലീസ് പിടികൂടിയത്. ഉപ്പളയിൽ നിന്നും മോഷണം പോയ ബൈക്ക് പോലീസ് പ്രതിയിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. കാസർഗോഡ് ഡിവൈഎസ്പി സുനിൽകുമാർ CKയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തിരുവനന്തപുരത്ത് യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സുഹൃത്തുക്കൾ അറസ്റ്റിൽ. ബിബിൻ, വിവേക്, അഭിലാഷ് എന്നിവരാണ് അറസ്റ്റിലായത്. 3 പേരും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ മാസമാണ് കേസിനാസ്പദമായ സംഭവം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ രാത്രിയിൽ പൊതുസ്ഥലത്ത് മദ്യപിച്ചത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിനാണ് സുഹൃത്തുക്കളായ ബിബിൻ, വിവേക്, അഭിലാഷ് എന്നിവർ പെരുമ്പറദൂർ സ്വദേശികളായ 2 യുവാക്കളെ മാരകായുധങ്ങളുമായി എത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതികളെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി. തൊഴുക്കൽ ആലമ്പറ്റ സ്വദേശി അപ്പൂസ് എന്ന് വിളിക്കുന്ന ബിബിൻ, വടക്കോട് സ്വദേശി വിവേക്, പമ്മന്തല സ്വദേശി അഭിലാഷ് എന്നിവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. നെയ്യാറ്റിൻകര SHO പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, തിരുവനന്തപുരം. മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിൽ ഡ്രൈവർക്ക് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. ഹൃദയാഘാതത്തെ തുടർന്ന് ലോറി ഡ്രൈവറും മരിച്ചു. പൊന്നാനി അയങ്കലം സ്വദേശി മുജീബ് റഹ്മാനാണ് മരിച്ചത്. പരിക്കേറ്റ തൊഴിലാളികൾ ചികിത്സയിലാണ്. വളാഞ്ചേരി
വളാഞ്ചേരി വട്ടപ്പാറയിലെ കോറിയിൽ ശനിയാഴ്ച 2 മണിയോടെയാണ് സംഭവം. ലോറി ഇറക്കത്തിലേക്ക് ഇറക്കുന്നതിനിടെ ലോറി ഡ്രൈവർക്ക് ഹൃദയാഘാതം അനുഭവപ്പെടുകയായിരുന്നു. ഇതോടെ വാഹനം നിയന്ത്രണം വിട്ട് കോറിയിൽ ജോലി ചെയ്യുകയായിരുന്ന 3 തൊഴിലാളികൾക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഒരാളുടെ നില ഗുരുതരമായതിനെ തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ലോറി ഡ്രൈവറും മരണത്തിന് കീഴടങ്ങി. പൊന്നാനി അയ്യങ്കല്ലം സ്വദേശി മുജീബ് റഹ്മാനാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളികൾ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനം, മലപ്പുറം.